ADHD ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, പ്രത്യേകിച്ച് മുതിർന്നവരിലെ ADHD. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കുട്ടികളിൽ സാധാരണഗതിയിൽ കാണപ്പെടുന്ന ഒരു വളർച്ചാ കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽപ്പെട്ട ഒരു പ്രശ്നമാണ് ADHD അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. പക്ഷെ ഇത് മുതിർന്നവരിൽ കാണപ്പെടാറുണ്ടോ, അല്ലെങ്കിൽ ഇത് മുതിർന്നവരിൽ ഉണ്ടാവോ എന്നൊക്കെ ഉള്ളത് എല്ലാവരുടെയും ഒരു സംശയമാണ് അല്ലെ. ഇപ്പൊ ഈയിടെയായി ഫഹദ് ഫാസിലിന്റെ ഒരു പബ്ലിക് ടോക്കിലൂടെ വന്ന് എല്ലാവരും ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ADHD മുതിർന്നവർക്ക് വരുമോ, അല്ലെങ്കിൽ 41 വയസ്സിലൊക്കെ ADHD വരുമോ എന്നുള്ളത്. അപ്പം ADHD എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അതായത് വളർച്ചാ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ഒരു ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് ADHD എന്നൊക്കെ പറയുന്നത്. പക്ഷെ ആ സമയത്ത് ഡയഗ്നോസിസ് ചെയ്യപ്പെടാതെ പോവുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയോ ചെയ്യുമ്പോൾ അഡൽട്ടിലോട്ട് ഇത് ഡെവലപ്പ് ആവുമ്പോഴാണ് അഡൽട്ട് ADHD ആയി രൂപപ്പെടുന്നത്. അപ്പൊ നമുക്ക് നോക്കാം മുതിർന്നവരിൽ ADHD എങ്ങനെയാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ കുട്ടികളിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്നൊക്കെയുള്ളത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടികളുടെ ADHD എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ അവരുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡെഫിസിറ്റ് ആയിരിക്കും. അതായത് അറ്റൻഷൻ അവർക്ക് വളരെ കുറവായിരിക്കും, ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതേ സമയത്ത് അപ്പുറത്ത് അവർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അതിലുപരി അവർക്ക് എന്താണ്, ക്ലാസ്സിൽ അവർ അടങ്ങിയിരിക്കില്ല, ടീച്ചേഴ്സിനെയൊക്കെ അവരെ കുറിച്ച് എപ്പോഴും പരാതിയായിരിക്കും, പഠനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ അവർക്ക് അവരുടെ അവസരങ്ങളെ വെയിറ്റ് ചെയ്യാനെന്നുള്ള ടൈം ഉണ്ടാവില്ല. മൊത്തമായിട്ട് അവരെന്തായിരിക്കും, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ അറ്റൻഷൻ ഡെഫിസിറ്റ് ആയിരിക്കും. എന്നാൽ ADHD അഡൽട്ടിലോട്ട് മാറുമ്പോൾ അവർക്കും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ആ ഒരു സമയത്തും അവർക്ക് അവരുടെ ജോലിയിലാവട്ടെ, അവരുടെ റിലേഷൻഷിപ്പിലാവട്ടെ, ഒന്നിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്ന് അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ അവർ ഭയങ്കര ഡിസ്ഓർഗനൈസ്ഡ് ആയിരിക്കും, ഒരു കാര്യം ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇവൻ വീട്ടിലെ ചെറിയൊരു ഫംഗ്ഷൻ പോലും അവർക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ അവർക്ക് എന്താ വെയിറ്റ് ചെയ്യുക, ഒരു കാര്യത്തിനോട് വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി നിറഞ്ഞൊരു കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് അതിനെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ പോലും അവർക്ക് ഉണ്ടാവൂല. അതിലുപരി അവർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അതുപോലെ അവർ ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഇത് അവരുടെ പേഴ്സണൽ ലൈഫിനെയും അവരുടെ സോഷ്യോ കൾച്ചർ മൊത്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് മുതിർന്നവരിൽ ADHD കാണപ്പെടുന്നതിന്റെ സിംറ്റംസ്. ഇനി ഈ ADHD എങ്ങനെ നമുക്ക് ട്രീറ്റ്മെന്റ്, ADHD മുതിർന്നവരിൽ വന്നാൽ പൂർണ്ണമായും മാറോ, അതിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ADHD നമുക്ക് എന്തെങ്കിലും ഒരു പരിധി വരെ മാറ്റാവുന്നതാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനെന്ത് ചെയ്യണം, മെഡിസിൻ എടുക്കേണ്ടി വരും. മുതിർന്നവരിൽ ADHD കാണുമ്പോൾ അതിന് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, മെഡിസിൻ എടുക്കണം. സൈക്കാട്രിസ്റ്റിന്റെ റെഫറൻസോട് കൂടി ഒരു മെഡിസിൻ എടുക്കണം. അതിന്റെ കൂടെ തന്നെ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി CBT, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലുള്ള തെറാപ്പിയും അതുപോലെ സ്കിൽ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യണം, അവരെ ബാക്ക് ടു അവരുടെ നോർമൽ ലൈഫിലേക്ക് എന്ത് ചെയ്യണം, അവരെ കൊണ്ടുവരണം എന്നാണ് പറയാനുള്ളത്.